ബഹുമാനത്തിന്റെ പേര് പറഞ്ഞു, ദീനിന്റെ പേര് പറഞ്ഞു, വിശ്വാസവഞ്ചന നടത്താൻ നമുക്കൊരു ലജ്ജയില്ലാത്ത ഒരു കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? ഇന്നലെ മിന്നാന്നത്തെല്ലാം ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ചർച്ച, വഞ്ചന നടത്തിയ, തട്ടിപ്പ് നടത്തിയ ഒരു വലിയ കഥകളാണ്. വിശ്വസിച്ച് പാവങ്ങള് ഉംറക്ക് പോകുന്നു, സിയാറത്തിന് പോകുന്നു, കൊണ്ടുപോയിട്ട് അവിടെ വിട്ടുവരുന്നു, പിന്നെ അവിടെ കുടുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം പേരിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അവ്വലുമാ യുർഫൗ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ നിന്ന് ആദ്യമായി അള്ളാഹു ഉയർത്തപ്പെടുന്ന ഒരു 2 സുപ്രധാനമായ കാര്യം, ഈ ഉമ്മത്തിന് അല്ലാതെ ഇല്ലാതാക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? അൽ അമാന, വിശ്വസ്തത, വിശ്വാസം. അത് അല്ലാഹു ഉയർത്തപ്പെടും. അതാണ് നമ്മൾ കാണുന്നത്. ഒരാൾക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്തെങ്കിലും വിശ്വസിച്ചൊരു നമ്മള് കാര്യം ഏൽപ്പിച്ചാൽ അതിനെ വഞ്ചിക്കുന്ന അവസ്ഥ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ആരും കുടുങ്ങാൻ പാടില്ല, നമ്മൾ ആരും പെട്ടുപോവാൻ പാടില്ല. ഏതെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ നടത്തിയിട്ട്, അല്ലേ, ഉംറന്റെ പേര് പറഞ്ഞ്, ഹജ്ജിന്റെ പേര് പറഞ്ഞ്, ഹാജാത്തങ്ങളെ സിയാറത്തിന്റെ പേര് പറഞ്ഞ് ആത്മീയ ചൂഷണം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് മൗലവിമാരാണെങ്കിലും ശരി, സാധാരണക്കാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, തട്ടിപ്പ് നടത്താൻ പാടില്ല. അത് അല്ലാഹു പൊരുത്തപ്പെടില്ല. വഞ്ചന നടത്താൻ പാടില്ല. അത് അല്ലാഹു പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് പോകുന്നവർക്കൊന്ന് ആൽസനാക്കുക, ഒന്ന് ചിന്തിക്കുക. അതെ, ഇവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഈ ഇങ്ങനെ പലവട്ടം ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ? ആരാരുമില്ലാത്ത, ഇപ്പൊ നോക്കൂ നിങ്ങള്, നമ്മളെ മാസത്തിലുണ്ടാകുന്ന നമ്മളെ സാലത്തൂർ ആചാര്യ അബ്ദുൾ റസാഖിന്റെ ആചാര്യ ഉമ്മയും ആ ഗ്രൂപ്പിൽ പെട്ടിട്ട് വളരെ ആഫിയത്ത് കുറഞ്ഞവരാ. ഭക്ഷണവും ഇല്ല, റൂമും ഇല്ല, കിടക്കാനും സ്ഥലമില്ല, ഇരിക്കാനും സ്ഥലമില്ല. പാതിരാ ടൈം കഴിഞ്ഞപ്പോ ആ റൂമുകാര് റൂമിൽ നിന്ന് പുറത്തിട്ടു. കൊണ്ടുപോയ അമീർ മുങ്ങി. എന്തിന്റെ പേരിലായി ഇതെല്ലാം നടക്കുന്നത്? ഉംറന്റെ പേരിൽ. അല്ലാഹു പൊരുത്തപ്പെടോ? ഇതല്ലോ അല്ലാഹു പൊരുത്തപ്പെടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും ഉമ്മമാരെ ചിന്തിക്കുക. ആരെങ്കിലും എന്തെങ്കിലും അറിയാത്തവരോ അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായി വിശ്വാസമില്ലാത്തവരോ ബാക്കിൽ പോയിട്ട് നമ്മൾ കുടുങ്ങാൻ പാടില്ല, പെട്ടുപോവാൻ പാടില്ല. ഒരു 10 രൂപ ലാഭം കിട്ടും വിചാരിച്ചിട്ട് ഒരു 10 രൂപ ലാഭം കൊതിച്ചുകൊണ്ട് നമ്മള് അവരുടെ ബാക്കിൽ പായുമ്പോൾ അനുഭവിക്കേണ്ട അവസ്ഥകളാണിത്. 160ഓളം ജനങ്ങള് നട്ടം തിരികെയാണ്. ഇന്നും ദമാം എയർപോർട്ടിൽ നിന്ന് അവർ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. കുറെ ആള് മദീനത്തുണ്ട്, കുറെ ആള് ദമാം എയർപോർട്ടിലുണ്ട്. KCF എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീര സഹ നേതാക്കളും പ്രവർത്തകന്മാരും അവരുടെ ആ നല്ല മനസ്സ് കാരണം അവർ കഴിവിന്റെ പരമാവധി അവർക്ക് വേണ്ടി ഒത്താശകൾ, ഭക്ഷണങ്ങൾ, വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ട്, മനസ്സിലാക്കാൻ ധാരാളമുണ്ട്, അല്ലേ? അയൽപക്കത്തെ ബെല്ലിമ ഉമ്മാമ ഉംറക്ക് പോയിട്ടുണ്ട്. നരകലുള്ള ഫാത്തിമക്കും ആഗ്രഹം, 5 പൈസ ഇല്ല. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഉംറക്ക് പോകുന്ന ഉമ്മമാര്. അല്ലാഹു പൊരുത്തപ്പെടോ? ഇതല്ലോ വേണ്ട, അല്ലാഹു പൊരുത്തപ്പെടില്ല. പോയാലോ അവിടെ പിന്നെ പോയാൽ കൂട്ടിക്കൊണ്ടുപോയ അമീർ പിന്നെ ആങ്ങളായി മാറി, തൊട്ടാ ഒന്നും മുറിയില്ല, പെങ്ങളായി മാറി. എല്ലാരും ഈ ഒരു രൂപത്തിലായി. ഈ ആത്മീയതകൾ മുഴുവനും മലീമസപ്പെടുത്തുന്ന ഒരു രൂപത്തിലാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ പോക്ക്. ചിന്തിക്കുക. ആ വിശ്വാസം എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് അതിനെ കാണാനെ തന്നെ ഇല്ല. വിശ്വസിക്കുന്ന വഞ്ചിക്കുക. സ്വന്തം ബാപ്പക്ക് മക്കളെ വിശ്വാസമില്ല, മക്കൾക്ക് ബാപ്പയെ വിശ്വാസമില്ല, ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യക്ക് വിശ്വാസമില്ല, അന്യോന്യം വിശ്വാസമില്ലാത്തൊരു കാലം.
അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ പെട്ടുപോകാൻ പാടില്ല.